വളരെയേറെ ദുഷ്കരമായ സാഹചര്യങ്ങളിലാണ് തോമാസ് ലീഹ ഇവിടേക്ക് വന്നത്. ഇവിടേക്ക് വരാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് എന്തായിരുന്നു? ബുദ്ധിതനോടുള്ള വലിയൊരു സ്നേഹം, കർത്താവിനോടുള്ള ഒരു സ്നേഹം. ആ സ്നേഹം കൊടുത്ത ഒരു ധൈര്യമായിരുന്നു അദ്ദേഹത്തെ ഭാരതത്തിൽ എത്തിച്ചത്. ഏറ്റവും ദൂരം യാത്ര ചെയ്ത് വചനം പ്രഘോഷിച്ച വിശുദ്ധനായിരുന്നല്ലോ തോമാസ് ലീഹ. പിന്നീട് നമുക്കറിയാവുന്ന ഈ ഏതാണ്ട് 20 നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറത്ത് അദ്ദേഹം അന്ന് വിതച്ച വിത്ത് ഇന്നും വളരുന്നുണ്ടെങ്കിൽ, ഇന്നും ആരോഗ്യത്തോടെ നിൽക്കുന്നുണ്ടെങ്കിൽ, എത്ര ശക്തമായിരുന്നു അദ്ദേഹം അന്ന് വിതച്ച വിശ്വാസത്തിന്റെ വിത്ത് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്നതേ. വലിയ തീക്ഷ്ണതയോടെ അദ്ദേഹം കേരളത്തിലെമ്പാടും സുവിശേഷ പ്രഘോഷണം നടത്തി. ഭാഷ അറിയില്ല, ഭക്ഷണം അറിയില്ല, കാലാവസ്ഥ അറിയില്ല. എന്നാൽ കൈമുതലായിട്ടുണ്ടായിരുന്നത് ഈശോയോടുള്ള തീവ്രമായ സ്നേഹം മാത്രമായി. നമ്മളെപ്പോഴും നമ്മുടെ സഭയുടെ ഇന്നത്തെ അവസ്ഥയൊക്കെ നോക്കുമ്പോൾ നമുക്കറിയാം, സാഹചര്യങ്ങൾ ഒരിക്കലും സഭയ്ക്ക് അനുകൂലമായിട്ടില്ല. ലോകത്തൊരിടത്തും എന്നും സഭ പ്രതിസന്ധികളിലൂടെ തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അത് നാളെയും അങ്ങനെ തന്നെയായിരിക്കും. കാരണം മറ്റൊന്നുമല്ല, സഭയുടെ ഏറ്റവും വലിയ ശത്രു സാത്താനാണ്. അവൻ പല രൂപത്തിൽ അവതരിച്ചുകൊണ്ടേയിരിക്കുന്നു. ചിലപ്പോൾ നമ്മുടെതൊക്കെ തന്നെ രൂപത്തിലാണ്, ചിലപ്പം മറ്റുള്ളവരുടെ രൂപത്തിലാണ്, ചിലപ്പോൾ ഗവൺമെന്റിന്റെ രൂപത്തിലാണ്. അത് മാത്രമേ ഉള്ളൂ. പല രീതിയിൽ അവൻ വളരെ സജീവമായി പ്രവർത്തിക്കുന്നിടത്തോളം സഭയുടെ കാലഘട്ടം എപ്പോഴും വെല്ലുവിളികൾ നിറഞ്ഞത് തന്നെയാണ്. നമുക്ക് ഈ സഭയെ 2000 വർഷങ്ങൾക്ക് ഇപ്പുറത്ത് ഒന്നിപ്പിച്ച് നിർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം സഭയുടെ ഹൈറാർക്കിയാണ്. സഭയുടെ ഭരണ സംവിധാനം, മാർപ്പാപ്പായും മെത്രാനും വൈദികരും വിശ്വാസ സമൂഹവും എല്ലാം കൂടി ചേർന്ന ഒരു കൂട്ടായ്മ. ഒരു മെത്രാൻ മാറുമ്പോൾ അടുത്ത മെത്രാൻ വരും, ഒരു മാർപ്പാപ്പ മാറുമ്പോൾ അടുത്ത മാർപ്പാപ്പ വരും. ഒരുപക്ഷെ രാഷ്ട്രീയ ലോകത്തിന് പോലും വളരെ അത്ഭുതകരമായിട്ടാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പുകളെല്ലാം നടത്തുന്നത്. അങ്ങനെ വലിയൊരു കൂട്ടായ്മ നമുക്ക് ഇന്നും സാധ്യമാകുന്നത് ഈ ഹൈറാർക്കി മൂലമാണ്. പക്ഷേ നമുക്കറിയാം, പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിലൊക്കെ ഈ ഹൈറാർക്കിയെ ഒരു വലിയ ഒരു നിഷേധാത്മകമായിട്ട് ചിത്രീകരിക്കാനുള്ള വല്ലാത്ത പരിശ്രമങ്ങൾ നടത്തുന്നു. അങ്ങനെ പരിശ്രമങ്ങൾ നടത്തിയ നമ്മുടെ സഭാ നേതൃത്വത്തെ ഈ വിശ്വാസ സമൂഹത്തിൽ നകറ്റി ദുർബലപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു ഗുണം ഉണ്ടാവും, സഭ തന്നെ ദുർബലമായിപ്പോകും. കാരണം സഭയെ ശക്തമായി നിലനിർത്തുന്നത് ഈ ശുശ്രൂഷ സംവിധാനമാണെങ്കിൽ, ഈ സംവിധാനത്തെ ദുർബലപ്പെടുത്തുമ്പോൾ സഭ തന്നെയാണ് ദുർബലപ്പെടുത്തുന്നത്. നമുക്ക് ഈ വർഷങ്ങളിലൊക്കെ ഉണ്ടായ സംഭവങ്ങളൊക്കെ കൂട്ടി വായിക്കുമ്പോൾ നമുക്കിത് കാണാനും സാധിക്കും. എന്തൊക്കെ സംഭവിച്ചാലും ഈ ഹൈറാർക്കിക്കെതിരായിട്ട് അത് തിരിച്ചു വരും. ഇപ്പൊ നിങ്ങൾ FCRA ബില്ലിനെ കുറിച്ചൊക്കെ കേട്ടു. നമ്മൾ വിദേശത്ത് നിന്ന് ഫണ്ട് നമുക്ക് സഭകൾക്ക് ലഭിക്കുന്നു, എല്ലാവർക്കും ലഭിക്കുന്നു. ഒരുപക്ഷെ ഏറ്റവും കുറവ് ലഭിക്കുന്നത് നമുക്കാണ്. മറ്റ് മതസ്ഥർക്കും സംഘടനകൾക്കും ഒക്കെയാണ് കൂടുതൽ ലഭിക്കുന്നത്. അതിന് കർശനമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നു. അപ്പോൾ ഒരു വശത്ത് വ്യവസായത്തിലേക്ക് വിദേശ ഫണ്ട് ഗവൺമെന്റ് ആകർഷിക്കുന്നു. അതിന് ഒരു നിയമവും നോക്കുന്നില്ല. നിയമങ്ങളെല്ലാം ലഘൂകരിച്ചുകൊണ്ട് വ്യവസായത്തിലേക്കും വിദ്യാഭ്യാസത്തിലേക്കും എല്ലാം വിദേശ ഫണ്ട് ആകർഷിക്കുന്ന ഗവൺമെന്റാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വിദേശ ഫണ്ട് വരുമ്പോൾ ഇതേതാണ്ട് വലിയ രാജ്യദ്രോഹ പ്രവർത്തനമാണെന്ന നിലയിൽ അതിന് നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നു. അപ്പോ എന്നിട്ട് പറയുന്നത് എന്താണ്? ഇവരാരും കണക്ക് കൊടുക്കുന്നില്ല. ഇതാണ് പ്രശ്നം. കണക്ക് കൊടുക്കാതെ നമുക്ക് ഇന്ത്യ മഹാരാജ്യത്ത് ഇങ്ങനത്തെ ഒരു കാര്യവും ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഈ പറയുന്നവർക്കും അറിയാം. പക്ഷെ ചിലപ്പോൾ ജനങ്ങൾ അത് വിശ്വസിച്ചേക്കാം. ഈ മെത്രാന്മാരും അച്ഛന്മാരും എല്ലാം കൂടി ഈ ഫണ്ടെല്ലാം കൈക്കലാക്കുകയാണ്. ഒരു ചേട്ടൻ ഫേസ്ബുക്കിൽ എഴുതി, ഞങ്ങൾക്കൊന്നും കിട്ടിയില്ലല്ലോ, അപ്പൊ അതുകൊണ്ട് ഇത് ഞങ്ങളുടെ പ്രശ്നമല്ല എന്ന് പറഞ്ഞാൽ, ഏതൊരു പ്രശ്നം വരുമ്പോഴും അതിന്റെ പേരിൽ വിശ്വാസ സമൂഹത്തെയും അതുപോലെ സഭാ ശുശ്രൂഷ സംവിധാനത്തെയും രണ്ട് തട്ടിലാക്കിക്കൊണ്ട് സഭയെ തന്നെ ദുർബലപ്പെടുത്തുന്ന പരിശ്രമങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ അവിടെയൊക്കെ യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് പോലും അറിയില്ല എന്നുള്ളതാണ് വാസ്തവം.
നമുക്ക് ഇന്ന് ഗവൺമെന്റ് പോലും എത്തിപ്പെടാത്ത സ്ഥലങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, ആശുപത്രികൾ തുടങ്ങാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, കാരുണ്യ ഭവനങ്ങൾ തുടങ്ങാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ നന്ദി പറയേണ്ടത് നമ്മുടെ വിദേശത്തൊക്കെയുള്ള നമ്മുടെ സഹോദരങ്ങൾ, വിശ്വാസ സമൂഹങ്ങൾ, അവര് നമുക്ക് ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഫണ്ടുകൾ അനുവദിച്ചു തന്നതുകൊണ്ടാണ്. അത് ഒരു വലിയ ഒരു രാജ്യദ്രോഹ പ്രശ്നമല്ലല്ലോ, രാജ്യത്തെ നിർമ്മിക്കുന്ന വളരെ സജീവമായ ഒരു പ്രവൃത്തിയാണത്, ദൈവികമായ ഒരു പ്രവൃത്തിയാണ്. അതിനെ പോലും വളരെ നെഗറ്റീവായിട്ടൊക്കെ ചിത്രീകരിച്ച് സഭാ സമൂഹത്തെ ദുർബലപ്പെടുത്താനുള്ള പരിശ്രമങ്ങൾ കൊണ്ടുവരികയാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഈ സഭയെ സ്നേഹിക്കുകയും സഭ എന്താണ് ചെയ്യുന്നതെന്ന് അറിയുകയും സഭയുടെ പ്രവർത്തനങ്ങളെ അടുത്തറിയുകയൊക്കെ ചെയ്യുക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് എല്ലാ മേഖലകളിലും നമുക്ക് കാണാം. ഇപ്പൊ നേഴ്സസ് സ്ട്രൈക്ക് നടക്കുന്നു. നമ്മുടെ നേഴ്സുമാർക്ക് നല്ല സാലറി കൊടുക്കണമെന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും അഭിപ്രായ വ്യത്യാസം. പക്ഷെ കേരളത്തിന്റെ സാഹചര്യം അനുസരിച്ച് ഈ കാര്യങ്ങളൊക്കെ ചിട്ടപ്പെടുത്തേണ്ട കടമ ഗവൺമെന്റിന് തന്നെയാണ്. 5 വർഷം കൂടിയിരിക്കുമ്പോൾ മിനിമം വേജസ് പരിഷ്കരിച്ച് അത് പബ്ലിഷ് ചെയ്ത് അത് ആശുപത്രികൾ നൽകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ട കടമ ഗവൺമെന്റിനാണുള്ളത്. കഴിഞ്ഞ ഗവൺമെന്റ് അത് ചെയ്തില്ല. അത് ചെയ്യാതെ ആശുപത്രികളുടെ മുമ്പിലേക്ക് നേഴ്സുമാരെ സമരത്തിന് വിടുകയാണ്. ഈ നേഴ്സുമാരെല്ലാം നമ്മുടെ സഭാംഗങ്ങൾ തന്നെയാണ്. അവർ സമരം ചെയ്യുന്ന ആർക്കെതിരെയാണ്? സഭയുടെ സ്ഥാപനത്തിനെതിരെ തന്നെയാണ്. അവസാനം നിങ്ങൾക്കറിയാം, ആർച്ച് ബിഷപ്പിന്റെ വസതിക്ക് മുന്നിലേക്ക് സമരം നീങ്ങി. അവിടെ ഈ പെൺകുട്ടികള് ആവേശപൂർവ്വം മുദ്രാവാക്യം വിളിക്കുന്നത് മെത്രാപ്പൊലീത്തായ്ക്കെതിരെയും സഭയ്ക്കെതിരെയുമാണ്. അവിടെയാണ് അവർ വിജയിക്കുന്നത്. ഗവൺമെന്റിന് ഇത് ഏതാനും മാസങ്ങൾ കൊണ്ട് പരിഹരിക്കാവുന്നത്. ഇത് തുടങ്ങിയിട്ട് തന്നെ ഇപ്പൊ 3 മാസം. 3 മാസം മുമ്പ് മിനിമം വേജസ് പരിഷ്കരണ കമ്മീഷൻ വെച്ചിരുന്നെങ്കിൽ 3 മാസത്തിനുള്ളിൽ ഇപ്പോൾ അവർക്ക് ശാശ്വതമായിട്ട് ഈ പ്രശ്നം പരിഹരിക്കാം. പക്ഷെ അവര് പരിഹരിക്കുക. അവരിത് പരമാവധി നീട്ടിക്കൊണ്ടുപോയി അസ്വസ്ഥതകൾ ഉണ്ടാക്കി നമ്മുടെ സമൂഹത്തിലെ നമ്മുടെ ഈ പ്രിയപ്പെട്ട മക്കളെ കൊണ്ട് തന്നെ നമ്മുടെ പിതാക്കന്മാർക്കെതിരെ മുദ്രാവാക്യം വിളിപ്പിച്ച് ഉള്ള വിദ്വേഷ പ്രചരണങ്ങൾ മുഴുവൻ ഫേസ്ബുക്കിലൂടെ നടത്തി നമ്മുടെ കുറെ ജനങ്ങളും അതറിയാതെ അങ്ങ് വിശ്വസിച്ചു പോവുകയാണ്. അതും ഇപ്പോൾ നമുക്കറിയാം, കേരളത്തിൽ പ്രൈവറ്റ് മേഖലയിൽ ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുക്കുന്ന 2 ആശുപത്രികളുടെ മുമ്പിലാണ് സമരം എന്നുള്ളത് വലിയ അത്ഭുതമാണ്. ബാക്കി എല്ലാ ആശുപത്രികളും സാലറി കൂട്ടിക്കൊടുത്തെന്ന് പറയുമ്പോൾ എവിടെ നിന്നാണ് അവർ കൂട്ടിക്കൊടുത്തത്? 12,000 രൂപ സാലറി കൊടുക്കുന്നവര് 4,000 രൂപയും കൂടെ കൂട്ടിക്കൊടുത്ത് 18,000 ആക്കിയപ്പോ 32,000 കൊടുക്കുന്നവര് കൂട്ടിക്കൊടുക്കേണ്ട കാര്യമുണ്ടോ? പക്ഷെ അതൊന്നും പറയാനോ അത് പറഞ്ഞാൽ അത് ശ്രമിക്കാനോ നമുക്ക് സാധിക്കുന്നില്ല. സോഷ്യൽ മീഡിയയിലെ 2 ഇൻഫ്ലുവൻസേഴ്സിനെ പണം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയാൽ അവർ ഈ കള്ളത്തരം തന്നെ ആവർത്തിച്ച് ഈ സഭാ സമൂഹത്തെ ദുർബലപ്പെടുത്തിക്കൊണ്ട്, ഞാനിതെല്ലാം ഈ അവസരത്തിൽ പറയുന്നത്, നമ്മൾ ദുഃഖാന തിരുനാളൊക്കെ ആചരിക്കുമ്പോൾ നമ്മുടെ സഭയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും സഭയുടെ സമകാലിക വെല്ലുവിളികളെ തിരിച്ചറിയുകയും നമ്മുടെ ജനത്തിന് ശരിയായ ഒരു ബോധവൽക്കരണം നടത്താനായിട്ട് പരിശ്രമിക്കുകയൊക്കെ ചെയ്യും. നമ്മുടെ സഭയിലെ ആരാധനാക്രമ പരിഷ്കരണത്തിന്റെ ഒക്കെ സമയത്ത് ഇത് തന്നെ കണ്ടതാണ്. വിശ്വാസികൾ സിനഡിനെതിരാവുന്നു, വിശ്വാസികൾ മെത്രാനെതിരാവുന്നു, വൈദികരെ അതിന് നേതൃത്വം കൊടുക്കുന്നു. ഇങ്ങനെയെല്ലാം നമ്മുടെ ഇടയിൽ തന്നെ ദുർബലപ്പെടുത്താനുള്ള വളരെ ശാസ്ത്രീയമായ നീക്കങ്ങൾ, അതെല്ലാം ഒരു പരിധിവരെയൊക്കെ ഫലം കാണുന്നുണ്ട് എന്നുള്ളത് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. ഇവിടെ നമുക്ക് പരിഹാരം നമ്മുടെ സഭയെ നമ്മൾ കൂടുതൽ സ്നേഹിക്കുകയും അത് വെറുതെ ആവേശം കൊണ്ട് സ്നേഹിക്കുക എന്നുള്ളതിനേക്കാളും സഭ എന്താണെന്ന് അറിഞ്ഞ്, സഭ എന്താണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞ്, സഭയുടെ ശുശ്രൂഷകൾ എന്താണെന്ന് അറിഞ്ഞ് അതിനെ സ്നേഹിക്കാൻ തയ്യാറാവുകയും ഒക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെയാകുമ്പോഴാണ് നമുക്ക് ഈ ലോകത്തോട് പല കാര്യങ്ങൾ അഭിമാനപൂർവ്വം വിളിച്ചു പറയാനായിട്ട് സാധിക്കുന്നത്. നമ്മളെ ഭയപ്പെടുത്താനുള്ള പരിശ്രമങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അടുത്ത പാർലമെന്റിൽ ഈ പറയുന്ന FCR ബില്ല് പാസ്സാക്കുമെന്ന് പറയുന്നു. അതിനകത്ത് നമ്മൾ ഒരൊറ്റ കാര്യത്തിലാണ് നമ്മൾ ഗവൺമെന്റിനെ എതിർത്തതെന്ന് നമുക്കറിയാം. എതിർക്കുക എന്നുള്ളതിന്റെ അപ്പുറത്ത് നമ്മളത് ചൂണ്ടിക്കാണിക്കുകയാണ്. അതായത് 100 വർഷങ്ങൾക്ക് മുമ്പ് പണിതായിരിക്കാം നമ്മുടെ ഒരു സ്കൂള്, ഒരു കോളേജ്. ഇന്നത്തെ അതിന്റെ സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന ഇന്നത്തെ അതിന്റെ കാര്യസ്ഥൻ
ഒരു പെശക് വരുത്തിയാൽ അതിന്റെ പേരിൽ ഗവൺമെന്റിന് FCRA രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്താൽ പോട്ടെന്ന് നോക്കാം. പക്ഷെ അതിന്റെ പേരിൽ ക്യാൻസൽ ചെയ്താൽ ആ 100 വർഷം മുമ്പ് പണിത ബിൽഡിംഗ് ഉൾപ്പെടെയുള്ള അസറ്റുകൾ ഒരു ഡെസിഗ്നേറ്റഡ് അതോറിറ്റിയുടെ കീഴിലേക്ക് വരികയാണ്. അത് എത്ര വിചിത്രമായ ഒരു നിയമമാണ്. ഈ രാജ്യത്തെ പൗരന്മാരുടെ അവകാശങ്ങളെല്ലാം ഹനിക്കുന്ന ഒരു നിയമം. ഇപ്പോൾ നിങ്ങൾക്കറിയാം, പുതിയ ഒരു ബില്ല് കൊണ്ടുവന്നിരിക്കുന്നത്, പുതിയ ചട്ടങ്ങൾ കൊണ്ടുവന്നിടത്ത് ഫേസ്ബുക്കിലൂടെയോ വാട്സപ്പിലൂടെയോ അതുപോലെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയോ ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ഒരു പോസ്റ്റെങ്കിലും ഗവൺമെന്റിനെതിരെ ഇട്ടാൽ അതെല്ലാം രാജ്യദ്രോഹ പ്രവർത്തനമാണ്. ഏകാധിപത്യത്തിന്റെ കാലത്ത് ഏറ്റവും മനോഹരമായ പദമാണ് രാജ്യദ്രോഹം. എല്ലാവരും രാജ്യദ്രോഹികളായി മാറി, എതിർക്കുന്നവരെല്ലാം രാജ്യദ്രോഹികളായി മാറി. നമ്മൾ അറിയാതെ നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു കൊണ്ടുപോവുകയാണ്. അത് എത്ര പേര് തിരിച്ചറിയുന്നുണ്ടെന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ ഇവിടെയൊക്കെ നമ്മൾ പുലർത്തേണ്ട ഒരു വലിയ ഒരു മനോഭാവം, അത് തോമസ് ലീഹായുടേതാണ്. അത് സ്നേഹത്തിൽ നിന്ന് ഉറവെടുക്കുന്ന ധൈര്യമാണ്. നമ്മൾ ഭീരുക്കളാവുകയല്ല, നമ്മൾ ഭയന്നോടുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷകൾ കുറെ കൂടെ കൃത്യതയോടുകൂടി, കുറെ കൂടെ അക്കൗണ്ടബിലിറ്റിയോടുകൂടി, കുറെ കൂടെ ജനങ്ങൾക്ക് കൂടി ബോധ്യപ്പെടുന്ന രീതിയിൽ അത് ചെയ്യാൻ പരിശ്രമിച്ച് നമ്മുടെ ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനായിട്ട് പരിശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിനകത്ത് ചിലപ്പോൾ നഷ്ടങ്ങളൊക്കെ ഉണ്ടായേക്കാം. പക്ഷെ എങ്കിലും ആത്യന്തികമായി സുവിശേഷത്തിന്റെ മൂല്യങ്ങൾക്ക് വേണ്ടി നിലനിൽക്കാനായിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം.